സ്തോത്രം. നമ്മൾ എവിടെ ഉള്ളവരായിരുന്നു? സ്വർഗീയരായിട്ടുള്ളവരല്ലേ? ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം നമ്മെ കണ്ടിട്ടുണ്ടോ? നമ്മളെ പറ്റി എഴുതിയിട്ടുണ്ടോ? ഉദരത്തിലാക്കിയത് ദൈവമാണോ? ആണോ? ഉദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ദൈവമാണോ? ഈ ലോകത്തിൽ എത്ര ദിവസം ഉണ്ടെന്ന് ദൈവം എഴുതിയോ? എഴുതിയത് ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം എഴുതിയത് ശ്രേഷ്ഠമായിരിക്കുമോ? അതോ നമ്മൾ പോരാടി കിടക്കണമെന്നാണോ ദൈവം എഴുതിയത്? നമ്മൾ എന്ത് കുനിഞ്ഞു കിടക്കുമെന്നാണോ ദൈവം എഴുതിയത്? നമ്മളെന്നും തകർന്ന് കിടക്കുമെന്നാണോ ദൈവം എഴുതിയത്? നമ്മളെന്ന് രോഗിയായി ഇങ്ങനെ കിടന്ന് ദൈവത്തിന് മഹത്വമല്ലാകുമെന്നാണോ ദൈവം എഴുതിയത്? ഒരു സഭ തുടങ്ങിയിട്ട് തോറ്റു പോകുമെന്നാണോ ദൈവം എഴുതിയത്? വചനം പറയുന്നു, നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിനെ നാളോളം അതിനെ തീർക്കും. എന്തെങ്കിലും പറയണ്ടേ? ഞാൻ സ്നാനപ്പെട്ടപ്പോ ഇങ്ങനെ ആയിരുന്നു ഇനി ആരും പറയരുത്. പണ്ട് എനിക്ക് കൃപയുണ്ടായിരുന്നു പറയല്ലേ. ഇന്ന് നിനക്ക് എന്തുണ്ട്? അതെല്ലാം ദൈവം മടക്കി നിന്റെ മേൽ തരുന്ന ഒരു കാഴ്ച. നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്ക്, നഷ്ടപ്പെട്ട അഭിഷേകം തിരിച്ചെടുക്ക്. എല്ലാവരും ശബ്ദമായി ഒരു നിയോഗം വരുന്നു. ഇതാ ഒരു നിയോഗം വരുന്നു. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. നഷ്ടപ്പെട്ടത് പോയത് ദൈവം എഴുതിയത് പ്രാപിക്ക ശക്തിയോട് ചേർന്ന് ദൈവം എഴുതിയത് മടങ്ങി വരട്ടെ. ദൈവം എഴുതിയത് മടങ്ങി വരട്ടെ. ദൈവം എഴുതിയത് മടങ്ങി വരട്ടെ. അഭിഷേകത്തോട് മടങ്ങി വരട്ടെ. ചിലർക്ക് എത്തത്തില്ല, ചിലർക്ക് എത്തിക്കത്തില്ലെന്ന് പറഞ്ഞത് ഇതാ ദൈവത്തിന്റെ ആത്മാവ് എത്തിക്കൊണ്ട് പ്രാപിക്കാം. ശക്തമായി 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 ഞാൻ നിന്നെ വലിയ പ്രതീക്ഷയോടെ കണ്ടെത്തിയതാ. ഞാൻ നിന്നെ വലിയ പ്രതീക്ഷയോടെ വിളിച്ചതാ. ഞാൻ ഒരു നിയോഗത്തോടെ നിന്നെ വിളിച്ചതാ. മങ്ങിപ്പോയതുപോലുള്ള അനുഭവങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇത് തട്ടിക്കേറ്റുന്നു. കേൾക്കോ, കേൾക്കോ, ആത്മാവിൽ കേൾക്കോ. ദൈവം എഴുതിയതെല്ലാം നീ മാറ്റെങ്കിൽ അത് യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽക്കാലം വടക്കിയിടുന്ന ഒരു പകൽക്കാലം. എല്ലാവരും പ്രാർത്ഥിച്ചോളെ, എല്ലാവരും പോരാടിക്കൊണ്ട് നമുക്ക് ഒരുമിച്ചോ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മടങ്ങി വരട്ടെ. ദൈവത്തിന്റെ ശക്തി വരട്ടെ. ദൈവത്തിന്റെ അഭിഷേകം വരട്ടെ. ആ രോഗശാന്തി പൂർണ്ണമാക്കി ആത്മാവ് തീർക്കട്ടെ. ആത്മാവിൽ കുതിക്കുന്നവരായി അഭിഷേകത്തോടെ ജീവിതങ്ങളെ പിടിച്ചെടുക്കുന്നവരായി എഴുതിയ വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ മടക്കി തരണം. അഭിഷേകത്തിന്റെ ശക്തിയുടെ മുഖം പൊട്ടട്ട്, അന്യായമായി കടുക്കുന്ന മുഖങ്ങൾ പൊട്ടട്ട്, ശരീരത്തോടുള്ള ബോധങ്ങൾ മാറി പോകട്ടെ. ആത്മാവിൽ കുതിക്ക് മകളെ, ആത്മാവിൽ കുതിക്ക്. നീ വിടുത്തുകാരിയല്ല. ദൈവം നിന്നെ പറ്റി എഴുതിയതും ദൈവത്തിന്റെ ആലോചനകൾ കേട്ട് മടിപ്പനുഭവങ്ങൾ. എന്നാൽ ഇതാ ഇന്ന് രാവിലെ ആത്മാവ് തുറന്ന് നിന്നെ കൈ പിടിച്ച് അഭിഷേകം ചെയ്ത് എലീശയുടെ മേൽ പുതപ്പിട്ടതുപോലെ വായിക്കാൻ തുടങ്ങി. യഹൂദന്മാരും പരീശന്മാരും ശാസ്ത്രന്മാരും പറഞ്ഞു ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് ഇവൻ പറഞ്ഞു എന്ന്. ഹല്ലേലൂയ. മാറ്റി എഴുതാൻ പറഞ്ഞപ്പോൾ പീലാത്തോസ് പറഞ്ഞു, എഴുതിയത് എഴുതി. ഇന്ന് പകൽക്കാലം അവൻ രാജാവാണ്. അവന്റെ പേര് മാറ്റാൻ കഴിയത്തില്ല. വിശുദ്ധന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാ പറയുന്നു, ദൈവം എഴുതിയത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റി എഴുതിക്കുവാൻ പിശാച് പോരടിച്ചെടുത്ത് ഇതാ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് നിയോഗത്തോടെ അത് അങ്ങനെ തന്നെ ഉറപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അകത്തുള്ള ദൈവശക്തിയോടെ അത് പുറത്തു വരട്ടെ. നമുക്ക് ശക്തമായി കയറ്. വെട്ടിക്കേറാസിനെ കോട്ടകളുടെ മേലും പക്ഷകളുടെ മേലും ശക്തികളുടെ മേലും നിങ്ങൾ കയറി കയറ്. നമ്മുടെ വർഷമാണ് 2021. നമ്മുടെ മേൽ എഴുതുന്നത് പുറത്തു
സ്വർഗീയരാ. ഇവിടെ കെട്ടാനും അടിക്കാനും ദൈവം നമ്മെ അഭിഷേകം ചെയ്തു. വചനത്തോടൊപ്പം ചിലതിനെ പിടിച്ചു നിർത്തുന്ന ഒരു അഭിഷേകം പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞതുപോലെ എന്റെ കൈവപ്പിനാൽ നിന്റെ മേൽ വന്ന കൃപാവരത്തെ നീ ജ്വലിപ്പിക്കുക. ശക്തിയോടെ എല്ലാവരും ഒരാത്മബലം ധരിച്ചുകൊണ്ട് നമ്മൾ വെറും മനുഷ്യനല്ല. നമ്മൾ കിടപ്പിലായി ഇരിക്കുന്നതെങ്കിലും നമ്മൾ മൺകൂടാരത്തിലായി ഇരിക്കണമെങ്കിലും നമ്മൾ സ്വർഗീയരാ. അതുകൊണ്ട് പൗലോസിനെ നോക്കി ശീലാസിനെ നോക്കി പറഞ്ഞത് ഇതാ ദേവന്മാർ മനുഷ്യ രൂപത്തിൽ ഇറങ്ങി വന്നെന്ന് പറഞ്ഞ പോലെ ഒരു മാറ്റം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം എന്നെ നോക്കിയേ. ഒക്ടോബർ മാസത്തിൽ വൈകിട്ടത്തെ കുടുംബാരാധനയിൽ ഞാനിങ്ങനെ ഇന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ കേൾപ്പിച്ച ശബ്ദം, ഞാൻ നിന്നെ പുറപ്പെടുവിക്കും. കാരണം ഒരു വർഷം മാർച്ച് തൊട്ട് ഒക്ടോബർ വരെ യാത്ര കുറഞ്ഞുള്ള കാലമായിരുന്നു. ദൈവനെ പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തൊട്ട് ഇത് പറയാൻ തുടങ്ങി. സ്തോത്രം. 8ാം ദിവസം നോർത്ത് ഇന്ത്യക്കുള്ള മിഷൻ ട്രിപ്പിനുള്ള കർത്താവദാസൻ എന്റെ വീട്ടിൽ കയറി വന്നു. പ്രിയമുള്ളവരെ, 21 ദിവസം ജമ്മു കാശ്മീരിൽ 2 ദിവസം ഉപവസിക്കുവാൻ 18 വർഷമായി ഞാൻ ഹിന്ദിയിൽ പ്രസംഗിച്ചിട്ട്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ചെന്നപ്പോഴത്തേക്ക് എന്റെ മേൽ എഴുതിയതെല്ലാം വെളിപ്പെടാൻ തുടങ്ങി. 42ഓളം പേരുടെ സ്നാന ശുശ്രൂഷയ്ക്ക് മുഖാന്തരമാക്കാൻ ദൈവനെ ഉപയോഗിച്ചു. 30 പേര് രക്ഷിക്കപ്പെടുവാൻ സ്തോത്രം ദൈവനെ പുറത്തെടുത്തു. മധ്യപ്രദേശിലെ മാണ്ഡ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ 30ഓളം പുതിയ വിശ്വാസികൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? സ്തോത്രം. മലയാളത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്ന എന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. പെട്ടെന്ന് മലയാളം മാറി 18 വർഷത്തിന് ശേഷം ഞാൻ ഹിന്ദിയിൽ പ്രസംഗിക്കാൻ തുടങ്ങി. സ്തോത്രം. ആഫ്രിക്കയിലെ മുസംബിക്കില് ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പോർച്ചുഗീസ് ലാംഗ്വേജ് ആണ് അവരുടെ ലാംഗ്വേജ്. എന്റെ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അഭിഷക്തന് എന്റെ കൂടെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ട്രാൻസ്ലേഷൻ ബുദ്ധിമുട്ടിയപ്പോൾ എന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. മുസംബിക്കുകാർ മൊത്തം കേട്ടത് പോർച്ചുഗീസ് ലാംഗ്വേജ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഞാൻ പ്രസംഗിച്ചത് ഇംഗ്ലീഷിൽ, പക്ഷെ അവർ കേട്ടത് പോർച്ചുഗീസിൽ. നിങ്ങൾ വായിച്ചിട്ടില്ലേ അപ്പോസ്തല പ്രവർത്തികൾ? ഇവരെല്ലാവരും ഗലീലക്കാരല്ലയോ? ഇവരെങ്ങനെ നമ്മുടെ ഭാഷയിൽ പ്രസംഗിക്കുന്നു? അഭിഷക്ത ഉണരുക, പ്രാർത്ഥിക്കുക. സ്തോത്രം. പേരെന്തോ? ജെയിംസ്. സ്തോത്രം. വളരെ ശക്തമായി ഇങ്ങനെയുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചില സ്തോത്രം സ്ഥലത്തേക്ക് ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുപോകാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഉണരുക. ഞാൻ വീണ്ടും പറയാം, ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു, കേട്ടത് പോർച്ചുഗീസിലാണ് എങ്കിലും സ്തോത്രം അത് കണ്ട് അത്ഭുതപ്പെട്ട ജനങ്ങൾ 35 മുസംബിക്കുകാര് മുമ്പിൽ വന്ന് മുട്ടുകൂടി കുത്തി ആഭരണങ്ങളെല്ലാം വലിച്ചൂരി അവിടെ ഇട്ടു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം 35 പേരുടെ സ്നാനം കൂടെ നടന്നു. ഈ സഭയ്ക്കകത്തിൽ ശക്തിയോടെ ചില സ്നാനങ്ങൾ. സ്തോത്രം. ചില അറിയപ്പെടുന്ന ആൾക്കാർ, ജയിലിൽ കിടക്കുന്ന ചിലർ ഇവിടെ വന്ന് വചനം പറയുകയും അവരുടെ സ്നാനം നടത്താനുള്ള നിയോഗമാണ് ദൈവാത്മാവ് തന്നത്. ഉണരുക, ആത്മാവിൽ ഉണരുക, കോട്ടകളെ ഇടിക്കുക, അഭിഷക്തനും അഭിഷക്തയും ഉപവസിക്കുക. ശക്തമായി കയറിയാൽ ദൈവം ചിലവരെ പിടിച്ച് നമ്മളെ തരും. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ മേൽ എഴുതിയത് നമ്മൾ ഉണർന്നാൽ ആർക്കും വായിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു 10 മിനിറ്റ് കൂടെ എന്റെ മുമ്പിൽ ഞാൻ വേഗം അവസാനത്തെ ദൂത് പറയാൻ പോവാ. അതുകൊണ്ട് എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിന്റെ മേൽ എഴുതിയത് എന്തായിരുന്നു? അവൻ യഹൂദന്മാരുടെ രാജാവായല്ലോ ജനിച്ചത്. ആണോ? ഒരു നിമിഷം എന്നെ ശ്രദ്ധിക്കുക. പീലാത്തോസിന്റെ അടുത്ത് യഹൂദന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും എന്ത് പറഞ്ഞു? അത് മായ്ച്ചിട്ട് വേറെ എഴുതാൻ പറഞ്ഞു. പക്ഷെ പീലാത്തോസ് എന്തോ പറഞ്ഞത്? ഉറക്കപ്പറ, ഉറക്കപ്പറ, ഞാൻ എഴുതിയത് ഇന്ന് തൊട്ട് മറക്കരുത്. ദൈവം എഴുതിയത് എഴുതിയത്. പിശാചിന് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ അത് മാഞ്ഞു പോകും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേലെ എഴുതിയത് നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും. നീ എന്നെ ബലപ്പെടുത്തണം. ഉറക്കപ്പറ, നീ എന്നെ ബലപ്പെടുത്തണം. നീ എനിക്കായി എഴുതിയത് 2021 വെറുതെ ഇങ്ങനെ വന്നിരിക്കുമെന്നല്ല. ദൈവം എഴുതിയതുകൊണ്ട് വീട്ടിനകത്ത് സ്വന്തം വൈഫിനോടുണ്ടോ? ആരാധനയ്ക്ക് വരാറുണ്ടോ? ഉണ്ടോ? ശക്തമായി പ്രാർത്ഥിച്ചു. അവർക്ക് ചില വിടുതലുകൾ ആവശ്യമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. സ്വന്തം പ്രാർത്ഥിച്ചോളൂ. സ്വന്തം അവരുടെ പേര് പറഞ്ഞു. പേരെന്തോ? ആശ. സ്തോത്രം. ആശയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഉണർന്ന് പ്രാർത്ഥിക്കാൻ. എഴുതിയതിന് വിരോധമായി സ്തോത്രം അവരെ ഒതുക്കി കെട്ടിക്കൊണ്ട് സ്തോത്രം വചനത്തിന് മുമ്പിൽ പോലും നിൽക്കാൻ കഴിയാതെ
ബലഹീനപ്പെടുത്തുവാൻ പിശാച് നോക്കുമ്പോൾ എഴുതിയ ദാസനെ നിങ്ങൾ ആശയം നോക്കിയപ്പോഴും പറയണം, ദൈവം എഴുതിയതാ. കേൾക്കുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചു. പിശാച് വലിച്ചെടുത്ത് കളയാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ അതിനെ തുടച്ചിട്ട് പറയാം, എഴുതി കേട്ടോ. സ്തോത്രം. ദൈവം അത് നന്മയ്ക്കായി നീതിയാക്കി തീർക്കട്ടെ. സമയത്തിന്റെ പരിധി കൊണ്ട് നമുക്കൊന്ന് വേഗത്തിൽ ഈ വർഷം നമ്മുടെ ടാർഗറ്റ് എന്താണെന്നും ഇതിനകത്ത് കൂടെ നമുക്കൊന്ന് കണ്ടെത്താം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം, വേഗത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം, അതിന് 4 ഭാഗം വേഗത്തിൽ വായിച്ചോളൂ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം. നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം, നിന്റെ കൈകളുടെ പ്രവൃത്തികളിൽ നീ അവനെ അധിപതിയാക്കി. 5-ാം വാക്യം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അറിയിച്ചിരിക്കുന്നു. മതി, ഒരു നിമിഷം എല്ലാവരും എന്നെ നോക്കാം. ട്രിവാൻഡ്രത്ത് അനേകം പാസ്റ്റർമാരുണ്ട്. ട്രിവാൻഡ്രം ജില്ലയുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. കാരണം പക്ഷേ എല്ലാവരും എന്നെ ശ്രദ്ധിക്കും. ഞാൻ ഷാർജയിൽ വെച്ച് കണ്ടത് ഏറ്റവും അധികം വീക്ക് പാസ്റ്റർമാരായി വെളിപ്പെടുന്നത് മൊത്തം ട്രിവാൻഡ്രത്തെ പാസ്റ്റർമാർ. കേൾക്കുന്നുണ്ടോ? ഞാനങ്ങനെ പറയുന്നതിൽ വേറെ തോന്നുന്നു. കാരണം ഒരു മീറ്റിങ്ങിന് വേണ്ടി കെഞ്ചുന്ന, അവിടെ വന്ന് വെറുതെ കറങ്ങി നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ എന്താ വചനം പറഞ്ഞെന്നറിയാം? നീ മർത്യനെ, എന്താ പറഞ്ഞത്? നീ മർത്യനെ ഓർക്കേണ്ടതിന് ഒന്ന് ഉറക്കെ പറഞ്ഞേ. അപ്പൊ നമുക്ക് തന്നെ അറിയാം അല്ലേ? ഒരു ചെറിയ ഇവിടെ പിടുത്തം വന്ന ക്ഷീണിക്കുന്ന ഒരു ബോഡിയിലല്ലേ നമ്മളെ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായി? പക്ഷെ നമ്മളതല്ലല്ലോ. നമ്മൾ എവിടുത്തുകാരാ? സ്വർഗീയര. അപ്പൊ ഇവിടെ വചനം പറയാം, നീ മർത്യനെ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം. എന്ന് വെച്ചാൽ അവന്റെ അടുത്തേക്ക് വരാൻ അവനൊന്നുമില്ല. ഇതിനു മുമ്പ് സൂര്യനെ, നക്ഷത്രത്തെ എല്ലാം പറഞ്ഞിട്ടാ പറയുന്നത് മർത്യനെ ഓർക്കാൻ. പക്ഷെ അടുത്ത വാക്യം കണ്ടോ? 5-ാം വാക്യം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം. ഇനി എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പൊ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം ഒരു വില ഇട്ടേ പോട്ടെ. കേൾക്കുന്നുണ്ടോ? നമ്മളെ ഇങ്ങനെ നിർത്തിയിട്ട് ദൈവം പറയാ, അവനെ ഓർക്കേണ്ടതിന് അവൻ എന്ത് മാത്രം. പക്ഷെ നമ്മുടെ പദവി എന്തുവാ? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം. ഒരു ഉറപ്പുണ്ടോ? അപ്പൊ ദൈവം നമുക്ക് വില ഇട്ടിരിക്കുന്ന വില കണ്ടോ? ദൈവത്തിന്റെ തൊട്ടടുത്ത ഡിഗ്രിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ഒന്ന് ജീവിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഈ വർഷം ചലിപ്പിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ ഒന്ന് പുറപ്പെടുവിക്കാനുള്ള പ്രാർത്ഥന മുറിയില്ല ഞാൻ നിൽക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? സ്തോത്രം. നീ അവനെ ദൈവത്തെക്കാൾ പറഞ്ഞേ. എപ്പോഴാന്ന് അറിയാമോ? ഹലോ, ഒരു നിമിഷം എന്നെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോഴാണ് നമ്മൾ അല്പം താഴ്ന്നിരിക്കുന്നത്. പക്ഷെ സ്വർഗത്തിൽ ചെല്ലാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരത്തിൽ ചെന്ന വചനം എന്തോ പറയുന്നത്? നമ്മൾ ദൈവത്തെ പോലെ ആകുന്നില്ലേ പറഞ്ഞു. ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ച് വായിലങ്ങോട്ട് കടിക്കുമ്പോൾ ഇൻസ്റ്റന്റ്ലി നമ്മൾ ആരായി തീരുമെന്ന് അറിയാമോ? ദൈവത്തെ പോലായി തീരും. കേൾക്കുന്നുണ്ടോ? അതിനാ രക്ഷിക്കപ്പെട്ടത്, അതിനാ സ്നാനപ്പെട്ടത്. അപ്പൊ വചനം എന്തോ പറയുന്നത്? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം. എപ്പോഴാ? ഈ മൺകൂടാരത്തിൽ ഒരല്പം താഴ്ചയിലാണ് ഇരിക്കുന്നെങ്കിലും നമ്മള് താന്നവരാന്നോ? അല്ല, നമ്മൾ ശക്തരാ. അടുത്ത വാക്കുണ്ടോ? അടുത്ത വാക്യം നോക്കി. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം തേജസ്സും. ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞ് യു ക്രൗണ്ട് ഹിം. കേൾക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട്? ഉറക്കെ പറ. ദൈവം ഒരു തേജസ് ഇട്ടിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ തല കുനിച്ച് നടക്കരുത്, നമ്മൾ നിരാശപ്പെട്ട് നടക്കരുത്, നമ്മൾ കേവലം പെന്തക്കോസ്തുകാരായി നടക്കരുത്. ദൈവം നമുക്ക് എന്ത് വില തന്നു? നമ്മൾ ദൈവത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവരാണ്. കേൾക്കുന്നുണ്ടോ? ഞാൻ അധികാരത്തെ കാണിക്കാൻ വരുമോ? നമ്മൾ ആരാ? ദൈവത്തിന്റെ തൊട്ടടുത്ത്. ഒരു വയറ്റിന് വേദന വന്നു, ഒരു വോമിറ്റിംഗ് വന്നു, എല്ലാം തീരുമോ? ഉടനെ പറയണം, ഞാൻ ദൈവത്തെ കാട്ടിലധികം അല്പം താണിരിക്കുക. എനിക്കൊരു തേജസ് ഇട്ടിട്ടുണ്ട്, എനിക്കൊരു ബഹുമാനം ദൈവം തന്നിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? മിനിഞ്ഞാന്നും സ്തോത്രം, ഒരു സാക്ഷ്യം പറയാൻ ഇവിടെ സമയമില്ല. മിനിഞ്ഞാന്നും ലീക്കാകുന്ന ഒരു ഗർഭപാത്രം ഒറ്റ വാക്കുകൊണ്ട് അടയ്ക്കാൻ ട്രിവാൻഡ്രത്ത് വെച്ച് ദൈവം എന്നെ ഉപയോഗിച്ചു. എന്തുകൊണ്ടെന്നറിയോ? ദൈവം എനിക്കൊരു ബഹുമാനം തന്നിട്ടുണ്ട്, ദൈവം എനിക്കൊരു തേജസ് തന്നിട്ടുണ്ട്. ഞാനത് മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുവെക്കാനല്ല. കേൾക്കുന്നുണ്ടോ? ദൈവമക്കളെ, ഇന്ന് തൊട്ട് നിങ്ങൾ ദൈവത്തെ കാട്ടി തൊട്ടടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവവചനം വായിക്കണം, ഉപവസിക്കാൻ തുടങ്ങണം, ആരാധിക്കാൻ തുടങ്ങണം, ആത്മീകരായി നടക്കണം, പൊട്ടച്ചൊല്ലു
പറയല്ല, ജീവിതം പാഴാ എന്ന് പറഞ്ഞ് നടക്കല്ല, തീർന്നെന്ന് പറഞ്ഞ് നടക്കല്ല. നിങ്ങളെ ആർക്കും ബന്ധിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ബന്ധിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ദൈവം നിനക്കൊരു തേജസ് തന്നില്ലേ? ദൈവം നിനക്കൊരു വില തന്നില്ലേ? ഗർഭപാത്രത്തിൽ നിന്നെ കണ്ടില്ലേ? നിനക്ക് വേണ്ടി മാസ്റ്റർ പ്ലാൻ ഒരുക്കിയില്ലേ? നീ അവിടുന്ന് വന്നവനല്ലയോ? നീ അവിടുന്ന് വന്നവനാണോ? അങ്ങനാണെങ്കിൽ ലോകത്തിൽ നമ്മൾ ശക്തരല്ലേ? ലോകത്തിൽ നമ്മൾ വിനയാനിവരല്ലേ? നമുക്ക് അധികാരമില്ലേ? ഇത്രയും നിങ്ങളൊന്നറിഞ്ഞ ഈ ട്രിവാൻഡ്രം പട്ടണത്തെ ദൈവം നിങ്ങളെ അടൂര് കിടക്കുന്ന ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് സ്നാനപ്പെട്ട് പഠിപ്പിക്കൊണ്ടിരിക്കുന്നത്. അടൂര് വന്ന് എത്ര സ്നാനപ്പെട്ടവർ നല്ലൊരു ചർച്ച നോക്കുന്നുണ്ടല്ലോ, നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ടെന്നേ. നിങ്ങൾ ഇതേപോലെ വളർന്നാൽ അനേകം പേരെ എനിക്ക് റെഫർ ചെയ്ത് തരാൻ പറ്റും. കേൾക്കുന്നുണ്ടോ? പക്ഷെ വളരണം. ഒരു സങ്കീർത്തനം, ഒരു 2 പാട്ട് കീബോർഡിന്റെ ഹൃദയത്തിലേക്കുള്ള ഇതൊന്നും ആകരുത്. നമ്മൾ ആരാന്നുള്ള വെളിപ്പാടിൽ കീബോർഡ് ശാന്തമായി അവിടെ കിടന്നോട്ടെ. ഇവിടെ നിൽക്കുമ്പോൾ നാവുകൾ ഇറങ്ങി വരണം. ഇവിടെ നിൽക്കുമ്പോൾ കൃപ ഇറങ്ങി വരണം. സ്തോത്രം. വെള്ളസാരിയും വെള്ള ഉടുപ്പും നല്ലതാ, പക്ഷെ നമ്മുടെ അകത്തൊരു വെള്ള വേണം. ആരാ നീ? ഞാൻ ദൈവത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവളാ. അങ്ങനെയല്ലയോ വചനം പറഞ്ഞേ? എല്ലയോ അഭിഷക്ത? സ്തോത്രം. അത് ഒരു പാസ്റ്ററാണെന്നോ പറഞ്ഞത്? ഇന്ന് പാസ്റ്റർമാർക്ക് ഒരു വിലയില്ലാതാക്കി കളഞ്ഞിരിക്കുമ്പോൾ ഇതാ ദൈവം പറയുന്നു, ഞാൻ നിനക്കൊരു തേജസ് ഇട്ടിട്ടുണ്ട്, ഞാൻ നിനക്കൊരു ബഹുമാനം ഇട്ടിട്ടുണ്ട്. നിന്റെ റാങ്ക് എന്താണെന്നറിയാമോ? നിന്റെ ഗ്രേഡ് എന്താണെന്നറിയോ? എന്റെ തൊട്ട് താഴെ എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യേണ്ടുന്ന സകല കാര്യങ്ങളും എനിക്ക് പകരമായി നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ നിനക്ക് തേജസ്സും, ഞാൻ നിനക്ക് അഭിഷേകവും, ഞാൻ നിനക്ക് പേരും ഞാൻ നിന്നെ ആക്കി വെച്ചിട്ട് നീ എവിടെ ഏറ്റെടുക്ക താഴ്വരകളിൽ കയറ്, വെള്ളസാരിയുടെ മോളിൽ കയറ്, കൈത്തേരം കാതേരം മാറ്റി ശരിയാ. പക്ഷെ നിന്റെ അകത്ത് കിടക്കുന്ന മുഖങ്ങളിൽ പൊട്ടിക്ക് നിനക്ക് വിലയുണ്ട്. സിസ്റ്ററെ, നിനക്ക് വിലയുണ്ട്. നീ പൊട്ടത്തെന്ന് പറയില്ല. നീ സാധാരണ സ്ത്രീ ആകരുത്. എന്റെ അഭിഷക്ത, നീ ഒരു അഭിഷക്തന. ദൈവം നിനക്കൊരു ഗ്രേഡ് ഇട്ടു. നീ താഴരുത്, നീ തരം താഴ്ന്ന് നടക്കരുത്. നിന്റെ അഭിഷേകത്തിന് വിലയുണ്ട്. കേൾക്കുന്നുണ്ടോ? ഞാൻ ഇതിന്റെ മുമ്പത്തെ കാര്യം പറഞ്ഞല്ലോ. ഷാർജയുടെ തെരുവ് വീതികളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന പാസ്റ്റർമാർ ബാഗും തൂക്കി പലിശയ്ക്ക് പൈസ എടുത്ത് ടിക്കറ്റും എടുത്ത് ഒരു മീറ്റിങ്ങിന് എന്നെ തരണമെന്ന് പറയുന്നു. ഇതാണോ ദൈവവേല? എന്റെ ദൈവമക്കളെ, ഇതുവരെ ഞാൻ ഒരാളോട് ഒരു മീറ്റിങ്ങിന് ചോദിച്ചിട്ടില്ല. കാരണം എന്നെ വിളിച്ചത് ദൈവം. എന്റെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യേണ്ടത് സ്വർഗമാണ്. ഞാൻ എവിടെ പ്രസംഗിക്കണമെന്ന് അപ്പനാ തീരുമാനിക്കുന്നത്. പണ്ട് കുവൈറ്റിൽ പോയപ്പോ 2 പേരെ ഫോൺ വിളിച്ചു മീറ്റിങ്ങിന് വേണ്ടി. അന്ന് കർത്താവിനോട് ചോദിച്ചു, റോണി, ഞാനാണോ നിന്റെ കർത്താവ്, അതോ നീ നിന്റെ ജീവിതത്തിൽ നടക്കുമോ? കേൾക്കുന്നുണ്ടോ? ഒരിക്കൽ ഏറ്റു പറഞ്ഞതില്ലയോ, യേശുവെ നീ എന്റെ ബോസാണ്. ഇരിക്കുന്നത് കർത്താവിനെ പോലാണോ? നടക്കുന്നത് കർത്താവിനെ പോലാണോ? ആരാധിക്കുന്നത് കർത്താവ് കാണിച്ചെന്ന മാതൃകയിലാണോ? അല്ല. ഇന്നത്തെ പെന്തക്കോസ്ത് സഭയ്ക്ക് ശക്തി പോയി. ശക്തി മടക്കുക എടുക്കുക എന്നുള്ളതാണ് ഈ മീറ്റിംഗിന്റെ ലക്ഷ്യം. അതുകൊണ്ട് എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നു, അതിനകത്ത് ഞാനും എന്നെ സമർപ്പിക്കുന്നു. ദൈവം നമുക്കൊരു വിലയിട്ടുണ്ട്. പ്ലീസ് അതിനെ കൊണ്ടുവന്ന് ലോകക്കാരുടെ മുമ്പിൽ, ജാതികളുടെ മുമ്പിൽ കളിയാക്കി കളയരുത്, പഴഞ്ചൊല്ലാക്കി കളയരുത്. ഇന്ന് രാവിലെ ഞാൻ പറയാം, നോക്കൂ ബ്രദറെ, സിസ്റ്റർ, അഭിഷക്തേ, ദൈവം നിനക്കൊരു തേജസ് അറിഞ്ഞിട്ടുണ്ട്. നീ അത് പിശാചിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇടല്ലേ കേട്ടോ. നിന്നെ കണ്ട പിശാച് പേടിക്കണം. അങ്ങനെയല്ലേ പറഞ്ഞേ? എന്നെ ഒരു നിമിഷം നോക്കിയേ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. സ്കേവയുടെ പുരോഹിതന്മാർ തോറ്റുപോയ സമയത്ത് പിശാച് എന്തോ പറഞ്ഞത്? ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, അവനാണ് ഞങ്ങളുടെ തലയെ തകർത്തത്. ഞങ്ങൾ പൗലോസിനെ അറിയാം, അവൻ ഞങ്ങളെ വെറുതെ ഉപദ്രവിക്കുന്നത്. പക്ഷെ നിങ്ങളാ. കേൾക്കുന്നുണ്ടോ? സ്കേവയുടെ പുരോഹിതന്മാരോട് ചോദിച്ചതാ. ഇന്ന് രാവിലെ വചനം പറയുന്നത് കേട്ടോ, ദൈവം നിനക്ക് തേജസ് ഇട്ടു. ഇപ്പൊ നീ ഷർട്ടും പാന്റും സാരിയും, കേൾക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ ഷർട്ടും പാന്റും സാരിയും ചുരിദാറും ഇടുന്നെങ്കിൽ ഒരു ദിവസം ഇതൊന്നുമില്ല. പഴയ പണ്ടത്തെ തേജസ്സിലേക്ക് നമ്മളെ ദൈവം മാറ്റിയെടുക്കും. ഇവിടെ ഇതിട്ട നടക്കുന്നതെങ്കിലും ഇതിനകത്തിൽ മുഖത്തിലും ആ തേജസ് വരണം. ഒരു വാക്ക് പറഞ്ഞതായിരിക്കാൻ
സ്തോത്രം. യോശുവ പറഞ്ഞ പോലെ സൂര്യ നിൽക്കവിടെ. കേട്ടോ അഭിഷക്ത, ഒരു അനോയിന്റിങ് ദൈവം ഇന്ന് പ്രാപിച്ചെടുത്തോ. ഇതാണ് റെവലേഷൻ. നിങ്ങൾക്ക് ദൈവം തന്ന തേജസ് സൂക്ഷിച്ചാൽ, പ്രിയ അഭിഷക്തനെ എനിക്കറിയത്തില്ല, നിങ്ങളുടെ തേജസ് പുറത്തേക്ക് ഒഴുകും. എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് മഹത്വത്തിനല്ല, സ്തോത്രം, അന്ധതയിൽ നടക്കുന്ന ചില കുടുംബങ്ങളെ വെളിച്ചത്തിൽ പിടിച്ചെടുക്കാൻ ദൈവം വിലയിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ കണ്ടോ, നമ്മൾ എവിടെ നിന്ന് വന്നവരാ? കേൾക്കുന്ന കണ്ടോ? ദൈവം നമുക്ക് എന്ത് തന്നു? പറ, ഉറക്കെ പറ. ദൈവം നമുക്ക് എന്ത് തന്നു? അയ്യോ, ഇങ്ങനെ പറയാതെ ഉറക്കെ പറ. ദൈവം നമുക്ക് എന്ത് തന്നു? പിന്നെന്ത് തന്നു? അടുത്ത വാക്ക് ഉറക്കെ പറ. ബഹുമാനം. ഉറക്കെ പറ, ഉറക്കെ പറ. ബഹുമാനം. അപ്പൊ ദൈവം നമ്മെ ബഹുമാനിക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് നമ്മളോട് ബഹുമാനം ഉണ്ടോ എന്ന് വെച്ചാൽ, അവന്റെ തൊട്ടു താഴെ നിൽക്കുന്ന അവന്റെ മക്കളും അവന്റെ അധികാരികളും എന്ന നിലയിൽ ദൈവം നമ്മെ ബഹുമാനിക്കുന്നെങ്കിൽ ലോകം നമ്മുടെ മുമ്പിൽ വീഴാനില്ലയോ? നമ്മൾ വേർപെട്ട് ഇവിടെ വന്നത്, പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നത് വേർപെട്ട് ജീവിക്കാനാണോ? ഇന്ന് പകൽക്കാലം വിലയുണ്ടോ? അപ്പൊ വിലയുണ്ടോ? വിലയുണ്ടോ? ബഹുമാനമുണ്ടോ? തേജസ് ഉണ്ടോ? കളയരുത്. ഈ സ്റ്റെപ്പ് ഇറങ്ങി കളയരുത്. പോകുന്നത് പഴയ വീട്ടിലേക്കാ, പഴയ അയൽവക്കക്കാർ അടുത്തേക്കാ. നാളെ സൺഡേ അല്ലേ? അല്ലേ? പഴയ ആരാധന ഇവിടെ ഇനി നടക്കരുത്. തേജസിന്റെ, ബഹുമാനത്തിന്റെ, സ്വർഗത്തിൽ നിന്ന് വന്നവരുടെ കൂട്ടിമുട്ടലിന്റെ ആരാധന ഇവിടെ നടന്നാൽ വന്നവൻ കാല് വെക്കുമ്പോൾ ബന്ധനം അഴിഞ്ഞവിടെ വീഴും. ഹല്ലേലൂയ. ഭൂതങ്ങൾ അലറുമോ? വിട്ടുപോകുമോ? കഴിഞ്ഞ ദിവസവും നിങ്ങളുടെ ബലത്തിന് വേണ്ടി പറയാ, ഷാരോണിലുള്ള ഒരു ആന്റി ഞങ്ങളെടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. 3.5 മണിക്കൂറാ പാമ്പാടിയതുപോലെ കിടന്നാടിയത്. 3.5 മണിക്കൂറാ ചുരിദാറിന്റെ ഷാളിനകത്തി പതയും നൊരയും പുറത്തു വന്നത്. അഭിഷേകം വെളിപ്പെടുന്നിടത്ത് ദുഷ്ടശക്തിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കേൾക്കുന്നുണ്ടോ? നമ്മൾ അധികാരമുള്ളവരാ. അഭിഷക്തന്മാരെ, ഞാൻ ഈ ശുശ്രൂഷ വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കും. അപ്പൊ നമുക്ക് എന്തുണ്ട്? സ്തോത്രമനെ, ദൈവം നമുക്ക് എന്ത് തന്നു? ബഹുമാനം തന്നു, തേജസ് തന്നു. 6-ാം വാക്യം ഒന്ന് വായിച്ചു. ഈ സഭയ്ക്ക് ഉള്ള ഡ്യൂട്ടി ഇതാ. 6-ാം വാക്യം വായിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. മതി. മക്കളെ, ഞാൻ ഈ പാസ്റ്റർ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ ഒറ്റ കാരണം ഇത് തന്നെ. അല്ലെങ്കിൽ ഞാൻ വെറുതെ പ്രസംഗിക്കാൻ ഞാൻ ഇത് ഏറ്റെടുക്കത്തില്ല. കാരണം വചനം എന്താ പറയുന്നത്? ദൈവം നമുക്ക് തേജസ്സും ബഹുമാനം തന്നിട്ട് എന്ത് ചെയ്തു? നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക്, നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ എന്താക്കി? ഉറക്കെ പറ. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമി മൊത്തം വാഴാൻ വിളിക്കപ്പെട്ടവരെന്നല്ലേ അതിന്റെ അർത്ഥം? ആണോ? അതോ ആറ്റുകാൽ പൊങ്കാല ദേവിയുടെ ശക്തി നോക്കി നമ്മൾ നോക്കൂ? പക്ഷെ സഭ തോറ്റില്ലയോ കിടക്കുന്നു അല്ലേ? അതുകൊണ്ടല്ലേ പല ബുദ്ധിമുട്ടുകളും പട്ടണത്തിനകത്ത് കൂടി വരുമല്ലേ? സഭയൊന്നും ഉണരാവോ? ദൈവം നമ്മളോട് പറയും, ഞാൻ നിനക്ക് തേജസ് തന്നു, ഞാൻ നിനക്ക് ബഹുമാനം തന്നു. എന്തിനാ? നിന്നെ അധിപതിയാക്കും. കാരണം ഞാൻ സ്വർഗത്തിൽ ഇരിക്കാം. എനിക്കിപ്പോ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. എന്റെ സ്ഥാനത്ത് നീ നിൽക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ നീ പ്രാർത്ഥിക്കണം. ഞാൻ തൊടുന്നത് പോലെ നീ തൊടണം. ഞാൻ ശാസിക്കുന്ന പോലെ നീ ശാസിക്കണം. ഞാൻ ജീവിച്ച പോലെ നീ ജീവിക്കണം. നിന്നെ എനിക്ക് അധിപതിയാക്കും. അടുത്ത വാക്ക് പറഞ്ഞു കേട്ടോ, സകലത്തെയും അവന്റെ കാൽക്കീഴിലാക്കി. ഇവിടുത്തെ കർത്തൃദാസൻ എഴുന്നേറ്റ് നിന്നാൽ സകലതും അദ്ദേഹത്തിന്റെ കാൽക്കീഴിൽ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സകലതും നിങ്ങളുടെ കാൽക്കീഴിൽ. വല്ല മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ക്രിസ്തീയ ജീവിതം. വാഴാൻ വിളിക്കപ്പെട്ട. എന്നെ ഒരു നിമിഷം നോക്കിയേ. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നില്ലയോ? ഈ ജനം മഹാകഷ്ടങ്ങളിൽ പറക്കപ്പറ കയറി വന്നവർ അല്ലേ? അവരെന്ത് ചെയ്യിച്ചു? അവർ അവനെ ജയിച്ചെന്നല്ലയോ പറയുന്നത്? അല്ലേ? ഇല്ലയോ? തോറ്റെന്നാണോ പറയുന്നത്? ജയിച്ചു. എങ്ങനെ? അവന്റെ സാക്ഷ്യ വചനം കൊണ്ടും കുഞ്ഞാടിന്റെ രക്തം ചെയ്തു. അടുത്തെന്തുവാന്നറിയോ? അവർ ഭൂമിയിൽ, ബാക്കി ആർക്കെങ്കിലും പറയാമോ? അവർ ഭൂമിയിൽ വാഴുന്നു എന്ന ഒരു പാട്ട് സ്വർഗത്തിൽ കേൾക്കുന്നു. ഈ സഭ ഇവിടെ വാഴുന്നു എന്നൊരു പാട്ട് സ്വർഗത്തിൽ കേൾക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു. ക്രിസ്തീയ ജീവിതം പോരാട്ടമാണ്. തോക്കുന്ന പോരാട്ടമല്ല. സകലത്തെയും കാൽ കീഴിലാക്കിക്കൊണ്ട് ജയിക്കാൻ വേണ്ടി ഒരു അപ്പോയിന്റ്മെന്റ് ആയി യേശുവിന് 33.5 വർഷം കൊടുത്തതുപോലെ
നമുക്കൊരവസരം ഭൂമിയിൽ തന്നേക്കും. അതിനിടയ്ക്ക് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചു, പോസ്റ്റ് ഡിഗ്രിക്ക് പഠിച്ചു, ബൈബിൾ സ്കൂളിൽ പഠിച്ചു, വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളുണ്ടായി. ഇതെല്ലാം ശരിയാ. പക്ഷെ ദൈവം നമ്മൾ ഇവിടെ എന്തിനയച്ചത്? വാഴാൻ, സകലത്തിന് മീതെയും വാഴുവാൻ. എന്നെ നോക്കിയേ, യേശു പറഞ്ഞു, ജയിക്കുന്നവൻ, ഇങ്ങനെ ജയിച്ചിട്ട് വരുന്നവൻ എന്റെ കൂടെ ഇരിക്കും. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ജയിച്ചു എന്റെ പിതാവിന്റെ അടുത്ത് വന്നപ്പോൾ. ഇന്ന് പകൽക്കാലം പാട്ടുപാടുന്ന അഭിഷേകത്തിന് പാട്ടിനകത്തിലൊരു അഭിഷേകമുണ്ട്, ഇല്ലേ? സ്തോത്രം. എരിഹോ മതില് വീണത് സ്തുതികളുടെ മീതല്ലേ? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുടുങ്ങിയത്. ഞാൻ വീണ്ടും എൻകറേജ് ചെയ്യാം. സൺഡേയിലേക്കുള്ള പാട്ടിന് വേണ്ടി 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കണം. 1 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ വരികൾ ദൈവാത്മാവ് തരണം. ദൈവാത്മാവിൽ വന്ന് ഇവിടെ പാടുമ്പോൾ ദൈവ സാന്നിധ്യം ഒഴികണം. ശുശ്രൂഷിക്കാൻ വരുന്ന അഭിഷക്തന്മാർക്ക് നിൽക്കാൻ വയ്യാതെ വേണം. ദൈവ സാന്നിധ്യത്തിന് മേഘം ഇവിടെ പൊങ്ങണം. ഈ സഭയ്ക്കകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കണം. സ്വന്തം വന്നാട്ടെ, ജസ്റ്റ് 2 വരി ഒന്ന് പാടി സ്തോത്രം. നമ്മളെല്ലാവരും അതാത് സ്ഥലങ്ങളും എഴുന്നേറ്റ് നിന്നാട്ടെ. സ്തോത്രം. യേശുവേ, വന്ന് വാഴുന്നവേ, ഇനി ഞാനല്ല, എന്നിൽ നീ, ഞാൻ അങ്ങ് മാറട്ടെ, എന്നിൽ നീ. സ്തോത്രം എന്നുള്ള പാട്ടിന്റെ വരികൾ പാടി കരമടിച്ച് നമ്മൾ ആരാധിക്കും. ദൈവ നിയോഗത്താൽ ഞാൻ നിങ്ങളുടെ മേൽ, ദൈവാത്മാ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ കർമ്മച്ചൊന്നോടുന്നു പ്രാർത്ഥിക്കും. ഇന്നൊരിക്കൽ കൂടി ഞാൻ പറയാം, നമ്മൾ ഈ ഭൂമിയിലുള്ളവരല്ല, നമ്മൾ സ്വർഗീയരാണ്. നമ്മൾ എവിടെ നിന്ന് വന്നതാ? ലോകമുണ്ടാകുന്നതിന് മുമ്പ് വന്നു. മാംസപിണ്ഡമാകുന്നതിന് മുമ്പ് ദൈവം നമ്മെ കണ്ടു. നമ്മുടെ ദിവസങ്ങളെല്ലാം എഴുതി വെച്ചു. നമുക്കൊരു അപ്പോയിന്റ്മെന്റ് ദൈവം തന്നു. ഉദരത്തിനകത്തിൽ വെച്ച് നമ്മളെ ദൈവം പുറത്തു കൊണ്ടുവന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ദൈവം നമ്മെ ഏറ്റെടുത്തു. നമുക്ക് തേജസ്സും ബഹുമാനവും തന്നു. ഭൂമിയിൽ സകലത്തിന് മേൽ വാഴുവാൻ ദൈവം നമ്മെ ആക്കി. നമുക്ക് ഈ പോരാട്ടം പോരാടി ജയിക്കണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും പോരാടാൻ. ദൈവത്തെ കാട്ടി തൊട്ട് താഴെയുള്ള അധികാരങ്ങൾ ഭയപ്പെടരുത്, ഭാരപ്പെടരുത്, പിശാചിനെ പേടിക്കരുത്. കൃപയോടെ വിശുദ്ധിയോടെ നിന്ന് രാജകീയ പുരോഹിത വർഗമായി വാണ് അനേകം പേരെ നേടി അനേകം പ്രതിഫലം ഏറ്റെടുത്തുകൊണ്ട് ജയിച്ചു കയറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവകൃപ കൂടിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, വന്നു വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ, വന്നു വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. യേശുവേ, വന്നു വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. രാജാവേ, വന്നു വാഴണമേ, ഇനി ഞാനല്ല, എന്നിൽ നീയല്ലോ. യേശു രാജാവാം, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം. ഇതിനാവേ ദൈവത്തിന്റെ രാജ്യം യേശുവേ, വന്നു വാഴണമേ, ഇനി ഞാൻ